സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം മച്ചാമാരെ ഓൾറെഡി നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളു. ഇന്നിപ്പോൾ 3-ാം തീയതി ആയി. ഇനി ഏകദേശം ഒരു 12 ദിവസം കൂടെ, അല്ല 12 വേണ്ട, 10 ദിവസം കൂടെ കഴിഞ്ഞ് ഇനി ഏകദേശം നമ്മുടെ അവർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കണക്ട് എന്ന് പറഞ്ഞ ആ ഒരു ലൈവും കൂടി ഇടാനുണ്ട്. അതിലൂടെയാണ് നമുക്ക് കൂടുതൽ ഇൻഫർമേഷനും കാര്യങ്ങളും കിട്ടുക. കാരണം ആ ഒരു ലൈവിലാണ് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മാസ്റ്റർ ലീഗോ അല്ലെങ്കിൽ പ്ലെയർ എക്സ്ചേഞ്ചോ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും അവർ അതിലൂടെ എന്തായാലും വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയും. കാരണം ഏകദേശം 3 കൊല്ലം. അപ്പം മച്ചാമാരെ ഓൾറെഡി മാസ്റ്റർ ലീഗ് വരികയാണെങ്കിൽ ഏകദേശം ഫുള്ളായിട്ടൊന്നും വരില്ല, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്ലേയേഴ്സ് ഇറങ്ങി വരുന്ന കാര്യങ്ങളും. പിന്നെ ഓൾറെഡി അങ്ങനെയുള്ള വീഡിയോകളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ കോയിൻ്റെ ഒരു കാര്യം, പിന്നെ ഒരു കേസ് ഒരു ഫ്രോഡ് ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയും പറഞ്ഞുതരാൻ മച്ചാമാരെ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ആരും ഇത് ചെയ്യാണ്ടിരിക്കുക, കാരണം ഓൾറെഡി കുറേ പേര് അക്കൗണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റി ഒരു വീഡിയോ ആണ്. അപ്പോൾ മച്ചാമാരെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് വേണ്ടി ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ മച്ചാമാരെ ഉറപ്പായിട്ട് നിങ്ങൾ മുഴുവനായിട്ട് കാണുക. കാരണം ഇടയ്ക്ക് വെച്ചതാകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കിട്ടാനുള്ള ഇൻഫർമേഷൻ ആണ് മച്ചാമാരെ സെറ്റ് ആവാനിരിക്കുക. അപ്പോൾ എല്ലാവരും ഉഷാറാക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലിട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ പറയാൻ പോകുന്ന മച്ചാമാരെ, ഇതൊരു വോയിസ് ഔട്ടിൻ്റെ ഒരു സംഭവമാണ്. നമുക്ക് PvP ഈ ഒരു മാച്ചൊക്കെ കളിക്കുന്ന സമയത്ത് ഇത് ഏകദേശം കൺഫേം ആയിട്ടില്ല, പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ രസം ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കാരണം ഓൾറെഡി നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് കളിക്കുന്ന സമയത്ത് ഓൾറെഡി വോയിസ് ഔട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന പോലത്തെ ഇതാണ്, സിസ്റ്റമാണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ രസം ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ പിന്നെ മച്ചാമാർ ഓൾറെഡി പറയാം, നമ്മുടെ ഇതൊരു ക്യാമ്പലിൻ്റെ കാർഡായിരുന്നു. ഈ ഒരു കാർഡൊക്കെ എത്രയോ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഡാറ്റാ ബേസിൽ പോലും ഇല്ല. ഈ ഒരു കാർഡൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. പിന്നെ മച്ചാമാർ ഓൾറെഡി പറയാനുള്ളത് നമ്മുടെ റൊണാൾഡോ ആർണേൻ്റെ കാർഡും പിന്നെ ഹെൻറിൻ്റെ കാർഡും റോബൻ്റെ കാർഡും ഒന്ന് ഉറപ്പാണ് മച്ചാമാരെ. മിക്കവാറും നമ്മുടെ ഹെൻറിയോ റോബനോ ആയിരിക്കും ചിലപ്പോൾ ടോറസിന് പകരം 500 പാക്കറ്റ് അവിടെ എത്താൻ ചാൻസ് ഉണ്ട്. മാർക്കോ റൂസോ അവരാരെങ്കിലും ആയിരിക്കും വരിക. അപ്പോൾ അതുപോലെ തന്നെ മച്ചാമാരെ നിങ്ങളെല്ലാവരും ഡെയിലി ലോഗിൻ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ആഴ്ച ലോഗിൻ ചെയ്യുന്നവർക്ക് മാത്രമേ അടുത്ത ആഴ്ച ലോഗിൻ ചെയ്താൽ 300 കോയിൻ കിട്ടുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ലോഗിൻ ബോണസ് കിട്ടും. കറക്റ്റായിട്ട് എല്ലാ ദിവസവും ലോഗിൻ ചെയ്യുക. കാരണം നിങ്ങൾക്കറിയാലോ ഓൾറെഡി ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അതേപോലെ തന്നെ PvP മാച്ച് ആയാലും നാഷണൽ ടീം ഇട്ട് കളിപ്പിക്കുന്നതിന് കുറേ പേരൊന്നും അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ മച്ചാമാരെ ഓൾറെഡി അതൊക്കെ നിങ്ങൾ മാക്സിമം കളിച്ചെടുക്കുക. കാരണം 100 കോയിൻ അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചയും റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇനി ഒരു ക്യാമ്പയിനും കൂടെ എന്തായാലും വരുന്നുണ്ട്. നമുക്കറിയാം നല്ലൊരു ക്യാമ്പയിൻ കഴിഞ്ഞ കൊല്ലം വന്ന പോലെ തന്നെ ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു കൊല്ലവും വരും. കാരണം ഈ ഒരു ബുധനാഴ്ചയുടെ ഡാറ്റാബേസ് നമുക്ക് ഇതാവും. അതായത് ഡെയിലി ഗെയിം നമുക്ക് റീസെറ്റ് ചെയ്യുമ്പോൾ പുതിയ ഡെയിലി ഗെയിം കളിക്കാനുള്ള പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ വരും മച്ചാമാരെ. അപ്പോൾ ഓൾറെഡി പറയുമ്പോൾ നമ്മുടെ ഫെർഗൂസന്റെ ഒരു മാനേജർ കാർഡ് ഉറപ്പായിട്ടും വരും. അപ്പോൾ മച്ചാമാരെ നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ലോങ് ബോൾ കൗണ്ടറിന് ഇത് മിക്കവാറും ക്വിക്ക് കൗണ്ടർ ആയിരിക്കും നമ്മുടെ ഫെർഗൂസൻ. അപ്പോൾ മിക്കവാറും ഇപ്പം എന്താ പറയുക, നമ്മുടെ ഓൾറെഡി വന്നിരിക്കുന്ന മാർട്ടിനസിന്റെ മാനേജർ ലോങ് ബോൾ കൗണ്ടറിന് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. കാരണം ഉറപ്പായിട്ടും നമ്മുടെ ഇനിയിപ്പോൾ വരാൻ പോണ അപ്ഡേറ്റിൽ നല്ല നല്ല മാനേജേഴ്സ് ഇനിയും ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലും നല്ല മാനേജേഴ്സ് ഇല്ലെങ്കിൽ നിലവിൽ എടുത്താൽ കുഴപ്പമില്ല, പക്ഷെ നല്ല മാനേജർ ഇതിലും കൂടുതലുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ചെയ്യുക. പിന്നെ മച്ചാമാരെ ഓൾറെഡി ഒരു സ്കാമിനെ പറ്റി പറഞ്ഞാൽ മച്ചാമാരെ ഓൾറെഡി എന്താ വെച്ചാൽ കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സംഭവം എന്താ വെച്ചാൽ അറിയുന്നില്ല, പലരും അറിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ലൈവിൽ വന്നപ്പോഴാണ് പറഞ്ഞത് അവൻ്റെ അക്കൗണ്ട് 2-3 പേരുടെ പോയി. അപ്പം അറിയാത്ത ഒരാൾക്ക് കൊടുത്തിട്ട് സംഭവം എന്താ വെച്ചാൽ ചെറിയ പൈസയ്ക്ക്, അതായത് മൈനസ് കോയിൻ ആണ് പരിപാടി. സംഭവം എന്താ വെച്ചാൽ അവൻ കോയിൻ കയറ്റി തരാമെന്ന് പറഞ്ഞൊരു ആപ്പ് വെച്ചിട്ട് അപ്പം മച്ചാമാരെ ചിലവർക്ക് അത് കിട്ടുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഒന്നിച്ച് കിട്ടുന്ന സമയത്ത് കൊനാമി അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരൊക്കെയാണോ ആ ഒരു സൈറ്റ് വെച്ച് യൂസ് ചെയ്തിരിക്കുന്നത് ആ സൈറ്റ് വെച്ച് നമ്മുടെ മൊത്തം എല്ലാവരെയും അടിച്ചു പോകുന്നുണ്ട്. കാരണം കുറേ പേര് സംഭവം എന്താ വെച്ചാൽ ആ ഒരു സൈറ്റിൽ പോയിട്ട് നമ്മുടെ ഐഡിയും പാസ്വേഡും കൊടുത്തു കഴിയുമ്പോൾ അതായത് എത്ര അൺലിമിറ്റഡ് ആയിട്ടുള്ള കോയിനാണ് കിട്ടുന്നത്. നിങ്ങൾക്കറിയാലോ കൊനാമി ഒരിക്കലും അതൊന്നും സമ്മതിക്കില്ല, അവർ സ്കാം ചെയ്യും അതൊക്കെ ഫ്രോഡ്ലൻ്റ് ആയിട്ട്. അപ്പോൾ മച്ചാമാരെ നിങ്ങൾ ആരും ദയവ് ചെയ്ത് അതിലൊന്നും പോയി പെടരുത്. കാരണം നമ്മൾ ഇതിനു മുമ്പേ 2-3 വീഡിയോ ഇതിനെ പറ്റി ഇറക്കിയായിരുന്നു. അപ്പോൾ ഇറക്കിയിട്ട് പോലും നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് അവർ ഇതുപോലെ അറിയാത്തവർക്ക് അക്കൗണ്ട് കൊടുക്കുകയും പിന്നെ എന്താ പറയുക ആ അക്കൗണ്ട് ചോദിക്കുമ്പോൾ തിരിച്ചു തരാത്ത അവസ്ഥ വരിക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും ഉറപ്പില്ലാത്തവർക്കൊന്നും അക്കൗണ്ട് കൊടുക്കേണ്ട. അതേപോലെ തന്നെ ഓൾറെഡി ചീപ്പ് റേറ്റിൽ സംഭവങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നോക്കിയിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക. കാരണം ഓൾറെഡി നിങ്ങൾക്കറിയാം മൈനസ് കോയിൻ വന്നാലും അതേപോലെ തന്നെ ഇതുപോലത്തെ നമ്മുടെ ഓൾറെഡി അവർക്ക് അറിയാൻ കഴിയും നമ്മൾ എന്തൊക്കെയാണ് രീതിയിലാണ് കോയിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അത് അവർക്ക് ഓൾറെഡി നമ്മുടെ ഇത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് സെർവർ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ആരും അതിൽ പോയി ഇനി പെടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു അതായത് കേസ് മാക്സിമം നിങ്ങൾ ഈ ഒരു എന്തായാലും അവർ കുറച്ചെങ്കിലും കോയിൻ തരാണ്ടിരിക്കില്ല മച്ചാമാർ ഓൾറെഡി. അപ്പോൾ നിങ്ങൾ പോടുകയൊക്കെ ആണെങ്കിലും എന്താ പറയുക ഫ്രീ ട്രൈ മാത്രം ചെയ്യാം. കുറേ പേരൊക്കെ 100 കോയിനൊക്കെ ഇട്ട് വെറുതെ കറക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മച്ചാമാർ അതൊന്നും ഇനി ചെയ്യണ്ട. എന്തായാലും നമുക്ക് പരമാവധി നോക്കി കഴിഞ്ഞാൽ എന്തായാലും ഒരു 300 കോയിൻ്റെ മേളിൽ 300 അല്ല ഒരു 400 കോയിൻ എങ്ങനെയെങ്കിലും ഇനിയൊരു അപ്ഡേറ്റിന് മുമ്പ് ഒപ്പിക്കാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഉറപ്പായിട്ടും നിങ്ങൾ ആരും അത് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.